ഹായ് ഗയ്സ്. അപ്പൊ നമ്മളിപ്പോ എന്താ പരിപാടി? എവിടെ പോണേ? ഹായ്. അപ്പൊ നമ്മള് പോകുന്നത് എങ്ങോട്ടോ? സത്യം പറഞ്ഞാൽ ഞങ്ങക്ക് സ്ഥലത്തിന്റെ പേര് അറിയില്ല. ഞങ്ങളെ മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്, ആ വണ്ടി ഫോളോ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോകും അല്ലേ. ഞങ്ങക്ക് ഒരാളെയും കൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ കസിൻസ് എല്ലാരും കൂടിയിട്ട് ഒരു പെരുന്നാളിനൊരു ട്രിപ്പ് പോകണം. ഇവിടെ രണ്ടാളുണ്ട്, പിന്നിൽ രണ്ടാളുണ്ട്, ഒരാളും കൂടെ വരണ്ട. എവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ പോണത് വത്തായി എന്ന സ്ഥലമാണ്. മസ്കത്തിൽ നിന്ന് ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ട് യാത്ര. പിന്നെ ഒമാനിലെ ഫസ്റ്റ് ടണല. ഞാനും അതെ, ഫസ്റ്റ് എക്സ്പീരിയൻസ്. ലക്ഷ്മ എവിടെ? നീ എവിടെ? ഇങ്ങോട്ട് കാണുന്നുണ്ടോ? ടണലുണ്ടോ? നമ്മളങ്ങനെ ടണലിലേക്ക് കടക്കാൻ പോവുകയാണ്. 90 കിലോമീറ്റർ കേട്ടോ സ്പീഡ്. സൈൻ ബോർഡുകളൊന്നും പേരൊന്നും ഒന്നും കാണുന്നില്ല. ഇത് മീറ്റർ ഹൈറ്റിന്റെ ഇത് വെച്ചിട്ടുണ്ട്. അടിപൊളി. ആ അത് നമ്മളെ കൂടെ നമ്മള് മുന്നിൽ പോയിരുന്ന ആൾക്കാർ ഇപ്പോഴാണ് നമ്മൾ മുന്നിൽ കയറണായിരുന്നു. സാധ്യത ഉണ്ട്. അവിടുന്ന് വെളിച്ചം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 1.5 കിലോമീറ്റർ കഷ്ടി ഉണ്ടെന്നുണ്ട്. നമ്മൾ നോക്കില്ല, ഫസ്റ്റ് നോക്കില്ല. അന്നത്തെ സ്പീഡ് നമ്മള് ഓൾമോസ്റ്റ് എത്ര 80 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്ത്. ആ മലമുകളിലൊക്കെ പച്ചപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോ ഇനി മഴ പെയ്തില്ലെങ്കിൽ വീണ്ടും അത് ഡ്രൈ ആവും. എന്നാണ് മഴ പെയ്ത കാരണം, ഇപ്പൊ അടുത്തൊക്കെ മഴ പെയ്ത കാരണം നല്ല പച്ചപ്പ് കണ്ട. ഇപ്പൊ ഈ പുല്ലൊക്കെ തുളിർത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് വരുന്നുണ്ട്. അത് വലുതായി കഴിഞ്ഞാൽ ഇനിയും മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അടുത്ത ടണൽ വരും കേട്ടോ. രണ്ടാമത്തെ ടണൽ 1534 മീറ്റർ ടണലുണ്ട്. 1534 അല്ലേ ദൈർഘ്യം? ഓക്കെ. 1.5 കിലോമീറ്റർ. ഇരുട്ടേറിയ കാഴ്ചകൾ, ഇരുട്ടിലെ വെളിച്ചങ്ങൾ, കുറച്ചുകൂടി ലൈറ്റ്സ് ഒക്കെ കിടന്നതോടെ അടിപൊളിയാവും. ഇവർക്ക് ശരിക്കും ഇത് സൈഡിൽ മറ്റേ ഇതൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? ചിത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ വർക്കുകളും കഴിഞ്ഞ്. ഇനി ഇതിന്റെ സൈഡില് എല്ലാ ആർട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷെ ഡ്രൈവ് ചെയ്യണവർക്ക് ഇത് ഏകദേശം 1.5 കിലോമീറ്റർ അല്ലേ? ലെങ്ത് ഉണ്ട്. മറ്റേതപ്പോ 1 കിലോമീറ്റർ ആയിരിക്കും ഫസ്റ്റ്. 1 കിലോമീറ്റർ ഇല്ലാന്നും ഉണ്ട്. അതപ്പോ അത് പെട്ടെന്ന് കഴിഞ്ഞു. നല്ല മൂളിച്ച് വരണേ. അതിന്റെ ആ സൗണ്ട് കേട്ട് അതാ അങ്ങനെ നമ്മള് ആ ടണലിന് എക്സിറ്റ് ആവാൻ പോണ അങ്ങ് ദൂരെ. അങ്ങനെ കേസ് നമ്മളിപ്പോ 2 വണ്ടി ഉണ്ടായിരുന്നു, ഇപ്പൊ 3 ആയിട്ടുണ്ട്. ഇനി ഒരു വണ്ടി കൂടെ വരാനുണ്ട്. നമ്മള് ചെറുതായി ഒന്ന് ഉൾഗ്രാമങ്ങളിലേക്ക് കയറി. നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് കേട്ടോ. സിറ്റി ടൗണിൽ നിന്നും മാറി ഗ്രാമീണ ഭംഗിയിലേക്ക്, ഗ്രാമീണ പച്ചപ്പ്,
അങ്ങനെ നമ്മൾ അല്പദൂരം സഞ്ചരിച്ച് ഒരു ചെറിയ റെസ്റ്റ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു. ചായ ഒക്കെ കുടിക്കാം. ഒരു ചായക്കാരനെ കണ്ടപ്പോൾ ചായ കുടിക്കാൻ. भाई एक चाय कितना क्या भाई? चाय 100 रुपये चाय. 100 रुपया. ഇവിടെ വന്നപ്പോ ഒരു ഹിന്ദി ഒരു ചായക്കാരനെ പരിചയപ്പെടാനുള്ള വാങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്യണോ പിടിച്ച് ഫോട്ടോ അല്ല വീഡിയോ ആണ്. മലയാളം കുറച്ച് മലയാളം കുറച്ച് അറിയുള്ളൂ. ഹിന്ദി തോടെ അങ്ങനെ കേസ് നമ്മളൊരു ചെറിയ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് പമ്പിൽ നിന്ന് വീണ്ടും ഇറങ്ങി യാത്ര തുടങ്ങി. ഇവിടെ ഓൾമോസ്റ്റ് നല്ല ചൂടുണ്ട്. ഓൾമോസ്റ്റ് 40 ഡിഗ്രിയുടെ അടുത്ത് ടെമ്പറേച്ചർ തന്നെ വരുന്നുണ്ടെന്ന് പറയണത്. അപ്പൊ ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയണത് ഇതാ അവിടെ കാണുന്ന മലനിരകളുടെ മുകളിലേക്കാണ് പോകുന്നത്. ഉദ്ദേശം ശരിയാണെന്നുണ്ടെങ്കിൽ അതാ ആ മലയുടെ മുകളിലേക്കാണ് പോണത്, അതിന്റെ അപ്പുറത്തേക്ക് പോണത്. ഇനി അവിടെ പോയിട്ട് ഡിഗ്രി ടെമ്പറേച്ചറും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല. പ്രത്യേകത തന്നെ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോ തന്നെ മൗണ്ടൻസ് മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒരു തരത്തിലുള്ള ഷോപ്പുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബിൽഡിങ്ങുകളോ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ പ്രത്യേകത. അപ്പൊ അതാണ് നമുക്ക് അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളിതിപ്പോ നാട്ടിലൊക്കെ ആണെന്ന് ഇന്ത്യയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഹിമാചൽ പ്രദേശോ കാശ്മീരിലൊക്കെ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുള്ളൂ. കാരണം നമ്മള് ഇപ്പൊ യുഎയിൽ വന്ന് ഇങ്ങനത്തെ ഒരു ഇത് കാണുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് കാണുന്നത്. അത് ശരിയാണ്. ഇതിലൂടെയുള്ള മൗണ്ടൻസിന്റെ ഇടയിലുള്ള ഡ്രൈവിംഗ് ഒക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ്, അടിപൊളിയാണ്, സൂപ്പറാണ്. അത് പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു ഭയങ്കര മഴ ഉണ്ടായിരുന്നു. അതിനുശേഷം തോന്നുന്നു ഇവിടെ മൊത്തം കംപ്ലീറ്റ് ഗ്രീൻ ആയി കിടക്കുന്നില്ലേ. സിറ്റുവേഷൻ അധികം കാണാറില്ല. അത് ഒമാനെ സംബന്ധിച്ചത് നേരത്തെ ഉള്ളതാണോ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് തന്നെ തോന്നുന്നില്ല. അത് ശരിയാണ്. മൊത്തത്തില് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് മൊത്തം പച്ചപ്പ് കാണുന്നുണ്ട് എല്ലായിടത്തും. കൃഷിയുള്ളൊരു സ്ഥലത്ത് വേറെ ഉണ്ട്, കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ഈ മൗണ്ടൻസിന്റെ മുകളിൽ കുറെ പച്ചപ്പുകൾ കാണുന്നുണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട്. യാത്ര ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക്. ഇപ്പൊ ഒരു 2 മണിക്കൂറിനാണ് നമുക്ക് പലതരത്തിലുള്ള അനുഭൂതികളിരുന്നില്ലേ. 2 ടണൽ കിട്ടി വരണ വഴിയില്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒമാനില് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മള്. അപ്പൊ നമ്മൾ ഈ എക്സിറ്റ് എടുത്തിട്ട് പോകണം. ഓക്കെ, ശരിക്കും 2 വഴി നമ്മൾ പോകണ ലൊക്കേഷനിലേക്ക്. ഒന്ന് ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ടും പോകാൻ പറ്റും, പിന്നെ ഇപ്പൊ ഈ റോഡ് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടും പോകാൻ പറ്റും. അപ്പൊ നമ്മൾ റൈറ്റ് എടുത്ത് എക്സിറ്റ് എടുക്കുകയാണ്. ഈ വഴിയും പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ മലകളുടെ മുകളിൽ കൂടെ ഇങ്ങനെ കയറി പോകാൻ പറ്റും. ഇനിയുള്ള വഴി എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായിരിക്കും എന്നാണ് തോന്നുന്നത്. നോക്കാം, നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഒരു ടീം കൂടെ കൂടി ടോട്ടൽ 3 വണ്ടി, നമ്മളൊരു 2 വണ്ടി തുടങ്ങിയപ്പോൾ ഒരു വണ്ടി നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഒരു വണ്ടി കൂടെ വരാനുണ്ട്. അത് അവരവിടെ വെച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ശരിക്കും ത്രില്ലിംഗ് ആണ്. കാരണം ഇനി എന്തോരം കാഴ്ചകൾ കാണാനുണ്ടെന്നും അതേപോലെ തന്നെ ശരിക്കും ആ പച്ചപ്പ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ മൗണ്ടൻസിന്റെ മുകളില്. നമ്മൾ ആ ഒരു ഏരിയയിൽ തുടങ്ങിയപ്പോൾ അതിന്റെ പച്ചപ്പ് കൂടാൻ ഇവിടൊക്കെ മഴ എപ്പോഴും കിട്ടുന്ന പ്രദേശമൊന്നും ഉണ്ട് അല്ലേ. മറ്റേ സിറ്റി അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ കൂടുതൽ മഴകൾ ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ശരിക്കും ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഫീല്. ടൗൺഷിപ്പോ അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ്ങോ നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഇതൊരു വാദിയാണ് കേട്ടോ, കണ്ടില്ലേ? ഒരു പ്രത്യേക ഇത് കണ്ടില്ലേ റോഡിന് തന്നെ ഒരു നോക്കിയാ. നമ്മുടെ സ്പൾബർ ഡ്രൈവർ സ്പൾബർ നമ്മള് വണ്ടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെയുള്ള ആൾക്കാർ നിർത്തി. നമ്മളെ കഥാനായകൻ റെഡ് വണ്ടി റെഡ് ടീഷർട്ടിട്ട് ഇറങ്ങി വന്നില്ല. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. 2 ആൾക്കാർ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. 2 ആളുകൾ. അവരെയും കൂടെ ആണ്. അവിടുത്തെ ബസ് സ്റ്റോപ്പ് കണ്ടില്ല, വെയിറ്റിംഗ് ഷെഡ്. മറ്റേ ടീമിനെ വെയിറ്റ് ചെയ്യണം കേട്ടോ.
ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ല ഒരു ടീം കൂടെ വരാനുണ്ട്. വെയിറ്റ് ചെയ്തിട്ട് പോണോ അതോ എങ്ങനെയാണ് പോകേണ്ടെന്നുള്ള ഡിസ്കഷനും കാര്യങ്ങളാണ്. കാരണം അവരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് പറ്റുള്ളൂ. കാരണം നമുക്കുള്ള ഫുഡ് അവരുടെ കയ്യിലാണ്. നമുക്ക് ഫുഡ് തീർച്ചയായിട്ടും നമ്മൾ അവരെ വെയിറ്റ് ചെയ്യണം. ഫുഡ് മുഖ്യം വെക്കല്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു വാദിയിൽ തന്നെയാണ്. പക്ഷെ വാദി ശരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെ നോക്കുമ്പോ ഒന്നും വാദി അറിയാൻ പറ്റില്ല. ശരിക്കും കാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും വെള്ളം വരാം. അവിടെ ഒട്ടകമുണ്ട്. ആണ്ടാ ഒരു രണ്ടാൾക്കാർ മേയ്ക്കുന്നുണ്ട് ഒട്ടകത്തെ. ഒരു കൂട്ടമായ ഒട്ടകത്തെ മേയ്ക്കുന്നുണ്ട് അവര്. ഇതാ ഒട്ടകം അവിടെ അവരെ ഈ പച്ചപ്പേറിയ സ്ഥലങ്ങളിലേ ഒട്ടകത്തിന് താഴ്ച. എനിക്ക് തോന്നുന്നു ഇനി ആടിനെ കാണാൻ പറ്റും കുറച്ചുകൊണ്ട് പോയി. ഇത് ശരിക്കും വാദിയാണ്. വെള്ളം ഒഴുകി പോയിട്ട് കണ്ടില്ല ഒരു അതിന്റെ ഷേപ്പ് നോക്കിയാ വെള്ളം കുത്തി ഒലിച്ച് പോയിട്ട്. ഒരു മഴ വന്നു കഴിഞ്ഞാല് റോഡ് ഏതാ വാദി ഏതാന്ന് അറിയില്ല. അവസ്ഥ. ഒട്ടകം 3 ഒട്ടകത്തിന് ഇപ്പൊ അവിടെ കണ്ടിട്ടുണ്ട്. 1 2 ഡിസ്കഷനിലാണല്ലോ. കണ്ട ഒട്ടകത്തിന്റെ കാല് ബന്ധിച്ചിരിക്കണൊക്കെ ചാടി ചാടി പോണുണ്ടോ ഒട്ടകം. അതൊരു കാഴ്ച. അപ്പൊ നമ്മള് ചൂസ് ചെയ്ത വഴി തെറ്റിയതല്ല. വഴി ഇത് ഓക്കെ തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് കറങ്ങാണ്ട്. കുറച്ച് ലെങ്ത് ഓടാനുണ്ട് ഇപ്പൊ ഈ വഴി. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. മറ്റേ വഴി പോകണം. ഇവിടെ കോട്ടൊക്കെ കാണുന്നുണ്ട്. ഫുട്ബോൾ കോട്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മള് ആദ്യം പോകാൻ ഉദ്ദേശിച്ച വഴി തന്നെ പോവാ. അതാവുമ്പോ കുറച്ചും കൂടെ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കണം. നമ്മുടെ ബൾസ്ബർഗ് അവിടെ എത്തിയിട്ടോ. അത് കടന്നു പോയി. ഫുള്ള് കൃഷി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഉള്ള ലാൻഡ് അവര് കൃഷിയായിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെ എന്താ അവിടെ എന്തോ സർവീസ് സെന്റർ എന്തോ ഉണ്ടായിരുന്നുണ്ട് പണ്ടത്തെ എന്തൊക്കെയുണ്ട്. അതൊക്കെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. ഈ വാതിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല. അപ്പൊ കൊറേ എണ്ണൊക്കെ ഒലിച്ചു പോകും ചിലപ്പോ. ചെറിയ പള്ളിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതിന്റെ ഉള്ളില്. ഇവിടുത്തെ ഇവിടെ ചെറിയ വെള്ളം പോകുന്നുണ്ട്. ഇതിലെ കുറച്ച് വെള്ളം വരുന്നുണ്ട്. ഇതൊരു വാദിയാണ്. ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇനി അവര് പൈപ്പ് തുറന്നിട്ടതാണോന്ന് അറിയില്ല. ഇവിടുന്ന് അടിച്ചു കയറ്റുണ്ട്. അല്ല അവര് വാദി ഉണ്ട്. അവരെന്തോ വർക്കിന് വേണ്ടിട്ട് അതിന് വെള്ളം മോട്ടർ വെച്ച് അടിച്ച് അപ്പുറത്ത് കയറ്റി വിടുക. അപ്പൊ നമ്മുടെ ടറൈൻസ് ഇതാണ് ടറൈൻസ്. അതിന്റെ മുകളിലേക്ക് നമ്മൾ പോകണം. ഇങ്ങനെ കറങ്ങി പോകും. പക്ഷെ നമ്മള് എയർ പിൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാനില്ലല്ലോ. അങ്ങനത്തെ ഒന്നും ഉണ്ടാവും തോന്നില്ല. സ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കും. അത് നല്ല അടിപൊളിയാണ് അല്ലേ. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അതിപ്പോ എത്ര മലകൾ നമ്മൾ ഇതൊരു നമ്മുടെ ഡ്രൈവിങ്ങിന്റെ കംഫർട്ടും അതേപോലെ തന്നെ എന്താ പറയുക 120 കിലോമീറ്റർ നമ്മൾ അവിടെ തുടങ്ങിയിട്ട് ഈ മൗണ്ടൻസിന്റെ ഇടയിൽ കൂടെ 120 നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അതിന് ഇവരെ ഇതിന്റെ നമുക്ക് അറിയണില്ല. അതിന്റെ ഫീലിങ്സ് അറിയണില്ല. മൗണ്ടൻസ് എല്ലാം കയറി മുറിച്ചവര് റോഡ് അതിനു വേണ്ടി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലാണ്. അതിനൊരു നല്ലൊരു ഇത് തന്നെ കൊടുക്കണം അവർക്ക്. ഇതേപോലെ 2 ടണൽ വരാന്നുണ്ടെങ്കിൽ എത്ര കൊല്ലം കഴിയണം. മലൊക്കെ നോക്കിയാൽ അവര് കറക്റ്റ് 2 സൈഡ് കട്ട് ചെയ്ത് ഒരിക്കലും ഇടിയാത്ത രീതിയിൽ അതിന്റെ സൈഡൊക്കെ കെട്ടി ലെവലാക്കി കൊടുത്തിരിക്കണം. നെറ്റൊക്കെ ഇട്ടിട്ട് ഇതാക്കി കൊടുക്കണം. നാട്ടിലാണ് അങ്ങനെ ചെയ്യുമോ? നാട്ടിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ പാറ അതൊന്നുമല്ല. നാട്ടിലെ ലാൻഡ്സ്കേപ്പ് ഒരു വേറെയാണ്. എന്നാലും ഇതുപോലെ അതിനുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഒമാനിൽ വന്നിട്ട് എത്ര വർഷമായി? എത്ര? 5 വർഷം. 5 ഓക്കെ. ഇതുവരെ ഒമാനിൽ അവിടെ എല്ലായിടത്തും യാത്ര ചെയ്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ടണല് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ടണലിനുള്ളിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ടോ? ഉറക്കെ പറ കേൾക്ക്. അതെവിടെ? സലാല. ഓ സലാല. അതായത് ഇങ്ങനെ കണ്ടപ്പോ ഉറപ്പില്ല പോകുമ്പോ അല്ലെ. ഓക്കെ ഓക്കെ. ചെറിയൊരു ടണൽ അല്ലേ റോഡിന്റെ അടി കൂടെ പോണ. പാലത്തിന്റെ അടി കൂടെ പോണ
അത് നമ്മള് വാദി. ഓക്കെ ഓക്കെ ശരി. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ഒരു കമന്റ് പറഞ്ഞതിന്റെ ഇടയിൽ, അതായത് ഇത്ര നാൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1000-ന് മേലെ വലിയ മലകൾ കണ്ടു എന്ന് പറഞ്ഞു. വാവ്, അത് ഇല്ലാത്തൊരു അനുഭവം തന്നെ. അത് നല്ലൊരു അനുഭവം. പറഞ്ഞേ ഇതിന് 1000-കണക്കിന് ഞാൻ കണ്ടേക്കണെന്ന് പറഞ്ഞു. അതെ, നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏകദേശം എത്ര 1000-കണക്കിന് മലകൾ കണ്ടിട്ടില്ലേ? ഇത് എന്ന് പറഞ്ഞാൽ ഒരു അനുഭവമാണ് അതൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഒരു കുട്ടികളുടെ മനസ്സിലും അതിനനുസരിച്ചുള്ള അതിന്റെ കാഴ്ചകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത്. ശരിയാണ് ശരിയാണ്, വളരെയധികം നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു യാത്രയിൽ ഇതേപോലത്തെ മനോഹരമായ കുറെ അനുഭവങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടും കിട്ടും അല്ലേ? ഇത് നമ്മളെ ഷാൻസ് ബ്ലോഗ് സ്പൾവർ 2. സ്പൾവർ 1 പോയി. ഷാൻസ് വേൾഡ്. ഷാൻസ് വേൾഡിന് ഒരു പാട്ട് പാടിയല്ലോ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ വേറെ യൂട്യൂബ് ചാനലിലാണ് വരുന്നത്. പാട്ട് വണ്ടി ഓടിക്കുമ്പോ പാട്ട് പാടില്ല. ഇല്ലല്ലോ മ്യൂസിക് മൈക്ക് സെറ്റ് ആക്കാം. ഇനി ഇവരെവിടെ വണ്ടി എടുത്ത് നോക്കട്ടെ, നമുക്ക് മൈക്കൊക്കെ എടുത്ത് സെറ്റ് ആക്കാം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ അനദർ യൂട്യൂബ് ചാനലാണ് വരുന്നത്. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ അനുഭവങ്ങളും തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്.